ഈ ക്രിസ്ത്യാനിറ്റി ഇത്രയധികം ഇന്ത്യയിൽ വളർന്നത് കഴിഞ്ഞ വെറും 100-150 കൊല്ലം കൊണ്ട് മാത്രമാണ്. ഇസ്ലാം ഇന്ത്യയിൽ വന്നിട്ട് ഏതാണ്ട് 1200 വർഷം കഴിഞ്ഞ് ഫസ്റ്റ് അറ്റാക്ക് ഈ മുംബൈയിലാണ് നടന്നത്. പിന്നെ ഷിപ്പ് വഴി, അതായത് പഴയ തോണികളിലൊക്കെ വന്ന ഈ പറയുന്ന മുസ്ലിംസ് ആദ്യം അറ്റാക്ക് ചെയ്തത് മുംബൈ അടുത്തുള്ള ഒരു സ്ഥലമാണ്. അത് 700 ചില്ലറയിലാണ്, 711 AD 711 കൃത്യമായിട്ട്. അപ്പൊ 1200 കൊല്ലം മുമ്പാണ് ഇവിടെ ഈ മുസ്ലിംസ് വന്ന് അറ്റാക്കും അത് കഴിഞ്ഞുള്ള സെറ്റിൽമെന്റും അത് കഴിഞ്ഞിട്ടുള്ള കൊള്ളയടിയും അത് കഴിഞ്ഞിട്ടുള്ള ഹിന്ദു സംസ്കാരം നശിപ്പിക്കലൊക്കെ നടത്തിയിട്ടുള്ളത്. എന്നിട്ട് അവർ ഇന്ത്യയുടെ ഒരു പകുതി വരെ വളർന്നു എന്ന് കൂട്ടിക്കോ. അപ്പം 1200 കൊല്ലം പകുതി വരെ വളരാൻ, പകുതി ജനസംഖ്യ കവർന്നെടുക്കാൻ വേണ്ടിയിട്ട് 1200 കൊല്ലം. പക്ഷേ ഇന്ന് ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിൽ ഒളിഞ്ഞും തെളിഞ്ഞുമായിട്ട് 15-20% ആൾക്കാരുണ്ട്. ഞാൻ പറയുന്നത് വിശ്വസിക്കേണ്ട, സെൻസസിൽ അത്രയും കാണൂല. പക്ഷെ പിന്നെ 100% ഉറപ്പായിട്ടാണ് പറയുന്നത്, 15-20% ഇന്ത്യക്കാര് ക്രിസ്ത്യൻസ് ആണ്. അത് പിന്നെ സെൻസസിൽ അത് പ്രതിഫലിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മതം മാറിയ അധികം ആൾക്കാരും ദളിതന്മാരാണ്. അവർ കിട്ടുന്ന എന്താ പറയണ്ടേ, സംവരണങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് മതം മാറാത്തതും. മതം മാറിയ ദളിതർക്ക് സംവരണം ഉണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ അതിന്റെ പിറ്റേ ദിവസം ഇവരുടെ ജനസംഖ്യ ഈ പറയുന്ന പോലെ 20% തന്നെ എത്തിച്ച് നമ്മളെ കാണിച്ചു തരും അവര്. അപ്പോ ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. കേൾക്കാം. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്ത്യയിലുള്ള സ്ഥിതി. പക്ഷെ ഈ 20%-ഓളം ക്രിസ്ത്യാനികൾ ഇവിടെ ആയത് കഴിഞ്ഞ 100-150 വർഷം ഇടയ്ക്കാണ്. അതായത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ചാവറയച്ചൻ എന്ന് പറയുന്ന ഇവരുടെ ഒരു വലിയ പഴയ പാലാക്കുന്നിൽ വലിയച്ചൻ എന്ന് പറയുന്ന ഒരു ടീമുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100-150 കൊല്ലം മുമ്പാണ്. പാലാക്കുന്നേൽ വലിയച്ചന്റെ നാളാഗമം എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ആ ബുക്കിനകത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ബ്രിട്ടീഷ് മിഷണറിമാരും അങ്ങനെ വന്നു കയറിയ മിഷണറിമാരും എല്ലാവരും ഉന്നത കുലജാതീയരെ മാത്രമേ മതം മാറ്റിയിരുന്നുള്ളൂ. അതായത് നായര് അതിന് മേലെയുള്ള ടീംസിനെ. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ അതായത് വിരലിലെണ്ണാവുന്ന ആൾക്കാരെ മാത്രമേ അന്ന് ക്രിസ്ത്യാനികളായിരുന്നുള്ളൂ എന്ന് അതിനകത്തുണ്ട്. ഇതേ നാളാഗമം എന്ന് പറയുന്ന ബുക്കിനകത്ത് വ്യക്തമായിട്ട് പറയുന്ന വേറൊരു വലിയൊരു പോയിന്റ് ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പുള്ളി എഴുതിയ അതേ ലാംഗ്വേജിൽ ഞാനിവിടെ പറയാം. പിന്നെ കാഞ്ഞിരപ്പള്ളിക്ക് മേലോട്ടുള്ള മലയോര മേഖലകളിൽ വിളയുന്ന ഏലവും കുരുമുളകും ആണ് പിന്നെ കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ ഏറ്റവും അവിഭാജ്യമായ ഘടകം. ആ സമ്പത്തിൽ സഭയ്ക്ക് ഒരംശം കിട്ടണമെന്നുണ്ടെങ്കിൽ മലയോര മേഖലയിൽ പണിയെടുക്കുന്ന കർഷകരെ മതം മാറ്റിയേ തീരൂ. അതിനായി ഈ പറയുന്ന അവർണരെയും മതം മാറ്റണമെന്ന തീരുമാനം സഭ കൈക്കൊണ്ടു. അടിവരയിട്ട് ഇതാക്കേണ്ടതാണ്. അന്ന് മുതലാണ് ഈ പറയുന്നത് അവർണരെ മതം മാറ്റാനുള്ള ഒരു തീരുമാനം ഈ സഭ എടുക്കുന്നത്. അതിനു മുമ്പ് സവർണരെ മാത്രം മതിയായിരുന്നു. അപ്പോ ഈ അവർണരെ മാറ്റിയ ഈ സംഭവം എന്ന് പറയുന്നത് ആദ്യം 11 ആൾക്കാരാണ്. ഈ 11 പിന്നെ ഫാമിലിയിൽപ്പെട്ട ആൾക്കാരാണ് ഇവർ മതം മാറ്റുന്നത്. അതെല്ലാം വളരെ വ്യക്തമായിട്ട് ഈ പറയുന്ന ബുക്കിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനു വേണ്ടിയാണ് ഈ മതമാറ്റം നടന്നത്? അത് ദളിതനെ ഉദ്ധരിക്കാനല്ല. അതിനകത്ത് ഈ പറയുന്ന പാലാക്കുന്നൽ വലിയച്ചൻ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ മലയോര മേഖലയിൽ വിളയുന്ന സമ്പത്തിന്റെ ഒരംശം, ദശാംശം, അത് ഇവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പൊ പണത്തിന് വേണ്ടി മതം മാറ്റി പണത്തിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ് ഈ ക്രിസ്ത്യൻ സഭ എന്ന് പറയുന്നത്. അത് അന്നും ഇന്നും അങ്ങനെയാണ്. അപ്പൊ അതല്ലാണ്ട് ദളിതന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഇതാണ്. പിന്നെ ഹിന്ദുയിസത്തിനകത്തുള്ള മതം മാറ്റം പിന്നെ അവർണതയും സവർണതയും കൊണ്ടാണ്. അതൊക്കെ വെറും വ്യാജമായിട്ടുള്ള വർത്തമാനമാണ്. ഇതേ നാളാഗമം എന്ന് പറയുന്ന ബുക്കിനകത്ത് പറയുന്ന ഒരു സെന്റൻസും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഇതിനകത്ത് ഈ പറയുന്ന പാലാക്കുന്നേൽ വലിയച്ചൻ എന്ന് പറഞ്ഞ ആള് ഈ പറയുന്ന വന്ന പറയന്മാരോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ നിങ്ങളെ മതം മാറ്റുന്നത് കൊണ്ട് നിങ്ങൾക്ക് സവർണ ജാതിയിലേക്ക് അല്ലെങ്കിൽ സവർണർക്ക് കിട്ടുന്ന ആനുകൂല്യം നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ ഈ പറയന്മാര് പറയുന്ന ഉത്തരം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല തമ്പുരാനെ, ഞങ്ങൾക്ക്
അല്ല അങ്ങനെയല്ല, അല്ല അല്ല അച്ചോ, ഞങ്ങൾ അവരിൽ നിന്ന് അകന്ന് തന്നെ ജീവിച്ചോളാം, ഇന്ന് ഉള്ളതുപോലെ തന്നെ ഞങ്ങൾ ജീവിച്ചോളാം, ഞങ്ങൾക്ക് ഉടയ തമ്പുരാനെ കാണിച്ചു തന്നാൽ മതി എന്നാണ് പറയുന്നത്. അതായത് ഈ പറയുന്ന ദൈവം എന്ന് പറയുന്നത് യേശുവാണെന്ന് ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് പറ്റിച്ചിട്ട് മതം മാറ്റി. പക്ഷെ അവർണ സവർണ വിവേചനമല്ല ഈ പറയുന്ന മതമാറ്റത്തിന്റെ അടിസ്ഥാന ശക്തി എന്നുള്ളത് ഈ പറയുന്ന പാലാക്കുന്നൽ വലിയച്ഛൻ അദ്ദേഹത്തിന്റെ ബുക്കിൽ 100 കൊല്ലം 150 കൊല്ലം മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് അങ്ങനെ ഒരു വാദമുഖം ഇവിടെ ഇപ്പോൾ ഉന്നയിക്കാൻ പറ്റുന്നത്? ഈ കൃത്യം, അതായത് ഈ പറയുന്ന ഇപ്പോഴുള്ള ക്രിസ്ത്യാനികളിൽ 80% ഈ പറയുന്ന ദളിത്, പുലയ, അല്ലെങ്കിൽ നാടാർ, ചേരമർ, പിന്നെ അവശ ക്രിസ്ത്യാനി എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്ന, എന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പുലയ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ പുക്രി, ദളിത ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ദക്രി, പിന്നെ പഴയ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ പക്രി, ഇങ്ങനെ ഇന്നും അങ്ങനെ കളിയാക്കി വിളിക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്ന 80% ക്രിസ്ത്യാനികളും. സവർണരും അവർണരുമായിട്ട് വളരെ വ്യക്തമായ ഒരു നിർവചനം അവരുടെ ഇടയ്ക്ക് ഇന്നുമുണ്ട്. ഈ പറയുന്ന പിന്നെ ബിഷപ്പുമാരും കർദിനാളുമാരൊന്നും ആയിട്ട് ഇപ്പോഴും ഈ പറയുന്ന ദളിത് ക്രിസ്ത്യാനികളെയോ അവശ ക്രിസ്ത്യാനികളെയോ പുലയ ക്രിസ്ത്യാനികളെയോ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അപ്പോ ഈ എവിടെയാണ് അസ്പൃശ്യതയുള്ളത്? അവരുടെ ഇടയ്ക്കുള്ളത്. കേരളത്തിലെ ആദ്യത്തെ പിന്നെ എന്തുവാ ഈ പിന്നെ ദുരഭിമാന കൊല, കെവിന്റെ കൊല നടന്നിട്ടുള്ളത് എവിടെയാണ്? ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലാണ് നടന്നിട്ടുള്ളത്, ഹിന്ദുക്കളല്ല. ഇത്രയും നൂറ്റാണ്ടുകളായിട്ട് ഒരു ദുരഭിമാന കൊല കേരളത്തിൽ നടന്നിട്ടുണ്ടോ? ഒരു 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 ഹിന്ദുവിനെ വേറൊരു ഹിന്ദു കൊന്നിട്ടുണ്ടോ? അത് നടത്തിയിട്ടുള്ളത് ക്രിസ്ത്യാനികളല്ലേ. അപ്പൊ ആർക്കാണ് അസ്പൃശ്യതയും ദളിത് ബോധവും ഉള്ളത്? അതവര് പറയട്ടെ. താങ്ക് യു. അതെ അല്ല അതെ അല്ല അതെ അല്ല അതെ അല്ല